ഹലോ, ഇന്ന് ചക്കക്കുരുവും കുടംപുളി ഇട്ടൊരു ചെമ്മിക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ചെമ്മി, തക്കാളി, പച്ചമുളക്, കുടംപുളി, ചക്കക്കുരു, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ജീരകം. ആദ്യമായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി, പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റുക. അതൊന്ന് പാകമായിട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സാക്കി വയ്ക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക. അതൊന്ന് പാകമായിട്ട് വരുമ്പോൾ നമുക്ക് ചെമ്മിയും ചക്കക്കുരുവും കുടംപുളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അത് വേകാൻ വേണ്ടിയുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വേഗം വയ്ക്കാൻ നമുക്കതിൻ്റെ കൂടെ നമ്മൾ ഒരു മീൻ വറുത്തതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ മീൻ, ഇവിടെ ഞങ്ങൾ മെത്തൽ എന്നാണ് പറയുക, മെത്തൽ. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് വയ്ക്കാം നമുക്ക്. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട കറിയില്ല, അതൊക്കെ ഒന്ന് സെറ്റായി വരും ചെമ്മിക്കറി. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളിയും എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിക്കുക. അത് സെറ്റാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ചെറിയ മീനില്ലേ, അത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് ആവശ്യത്തിന് കുറച്ചും കൂടെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 അല്ലി കറിവേപ്പില ഏകദേശം ആയിട്ടുണ്ട്. നമ്മളതിലേക്കൊന്ന് വറവ് ഇടാൻ പോവുക. ചെറിയ ഉള്ളി വറുത്ത് ഇടണം, എന്നാലും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ പൂരി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ മാറ്റി വെച്ചാണ് കേട്ടോ, അതിൻ്റെ കളർ മാറ്റം അതുകൊണ്ടാണ്. പഴയ വെളിച്ചെണ്ണ ഒന്നും വിചാരിക്കേണ്ട, രാവിലെ ഇന്ന് പൂരി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീ ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. മീൻ വറുത്തത് അതിൻ്റെ കൂടെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യം പ്ലേറ്റിൽ പപ്പടം വെച്ചു, പിന്നെ ചോറ് വെച്ചു, പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. പുളിയിഞ്ചി, പുളിങ്കറി, അങ്ങനെ എല്ലാ പേരും പറയും. പിന്നെ ഉപ്പേരി, പിന്നെ വറുത്ത് വെച്ച ചെറിയ മീൻ, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീ ഇട്ട ചക്കക്കുരു കറി, ഇത് ചെമ്മീ ചക്കക്കുരു ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.